ഹായ്, നമ്മുടെ LMS-ൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത കോഴ്സിലേക്ക് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യാം എന്നതാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ കോഴ്സ് ക്രിയേഷൻ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പേജിൽ എത്തിയാൽ കോഴ്സ് ക്രിയേഷൻ പേജിൽ താഴെയുള്ള സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോവുക. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോഴ്സസ് കാണും. അതിൽ മാനേജ് കോഴ്സസ് ആൻഡ് കാറ്റഗറീസിൽ വരിക. സോ നമ്മളുടെ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റഗറി പേജിലെത്തി. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് കാണാൻ പറ്റും. സോ ഞാനിപ്പോൾ ഒരു PG കോഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ PG കോഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്രിയേറ്റ് ന്യൂ കോഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യേണ്ടത് കോഴ്സിൻ്റെ നെയിം കൊടുക്കണം, ഫുൾ നെയിം കൊടുക്കണം, കോഴ്സിൻ്റെ ഷോർട്ട് നെയിം കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളും കൊടുത്താൽ മതി. സോ ഫുൾ നെയിമും ഷോർട്ട് നെയിമും കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ടും സെയിം തന്നെ ചൂസ് ചെയ്താൽ മതി. സോ നിങ്ങൾ സിലബസിലുള്ള കോഴ്സിൻ്റെ നെയിം അതുപോലെ കൊടുക്കുക. സിലബസിലുള്ള കോഴ്സിൻ്റെ കോഡും കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഞാനിവിടെ ട്രയൽ കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നെയിം ABCD എന്നാണ് കോഴ്സ് നെയിം കൊടുക്കുന്നത്. ഷോർട്ട് നെയിം ഞാൻ അത് തന്നെ കൊടുത്തു. ദെൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് താഴെ സേവ് ആൻഡ് ഡിസ്പ്ലേ ഓർ സേവ് ആൻഡ് റിട്ടേൺ ചെയ്താൽ മതി. സേവ് ആൻഡ് ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് സ്റ്റുഡൻസിനെയും ടീച്ചറെയും എൻറോൾ ചെയ്യണം, ഒരു കോഴ്സ് ക്രിയേറ്റർ. സോ ദിസ് കോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. പാർട്ടിസിപ്പൻസിൽ ക്ലിക്ക് ചെയ്യാം. പാർട്ടിസിപ്പൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, എൻ്റെ ഒരു ID ഇവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യാം, ടീച്ചേഴ്സിനെ എൻറോൾ ചെയ്യാം. സോ ആദ്യം നിങ്ങൾ എൻറോൾ യൂസേഴ്സിൽ പോവുക. എന്നിട്ട് ആദ്യം ആ കോഴ്സിൻ്റെ ടീച്ചറെ നിങ്ങൾ എൻറോൾ ചെയ്യണം. സോ ഞാനിവിടെ ഈ കോഴ്സിലേക്ക് നിസാം സാറെയാണ് എൻറോൾ ചെയ്യുന്നത്. സോ നിസാം എന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID-ൻ്റെ ഫസ്റ്റ് നെയിം വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ആൾ തന്നെയാണോ അതിൽ വന്നത്, കാരണം സെയിം നെയിമുള്ള ആളുകൾ ഉണ്ടാവും. നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്മളുടെ LMS യൂസ് ചെയ്യുന്ന ഏകദേശം 1700-ഓളം യൂസേഴ്സ് അവിടെ വരും. സോ ഇതിനകത്ത് ചെയ്തിട്ട് പിന്നെ നിങ്ങളിവിടെ റോള് നോക്കണം. റോള് ടീച്ചർ ആഡ് ചെയ്യുമ്പോൾ അത് ടീച്ചർ എന്നാക്കണം. ദെൻ എൻറോൾ സെലക്റ്റഡ് യൂസേഴ്സ് ആൻഡ് കൊഹോട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്തു. സോ നിസാം സാർ ഇപ്പോൾ ഈ കോഴ്സിൽ ടീച്ചറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണമെങ്കിൽ അഗെയിൻ എൻറോൾ യൂസേഴ്സിൽ വരിക. ഇനി സെലക്ട് കൊഹോട്ട് എന്ന് പറയുന്നു. സോ കൊഹോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എന്നാണ് അർത്ഥം മൂഡിൽ. സോ ഞാനിവിടെ കൊഹോട്ട് നിങ്ങൾ നോക്കിയാൽ ഓരോ ബാച്ചിനെയും കൊഹോട്ട് ആക്കിയിട്ടുണ്ട്. സോ BA എക്കണോമിക്സ് 1922 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയർ BA എക്കണോമിക്സ് ബാച്ചാണ്. പക്ഷെ അവിടെ തന്നെ BA എക്കണോമിക്സ് 1922 ഹിന്ദി കുട്ടികളുണ്ട്, അറബിക് കുട്ടികളുണ്ട്. സോ അറബിക്കിൻ്റെ ഒരു കോഴ്സ് ആണെങ്കിൽ അറബിക് അധ്യാപകൻ ഈ കൊഹോട്ടായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പം നമ്മളൊരു കോർ സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കോഴ്സിലേക്ക് നിസാം എന്ന കോഴ്സിലേക്ക് എക്കണോമിക്സ് സ്റ്റുഡൻസിനെയാണ് എൻറോൾ ചെയ്യുന്നതെങ്കിൽ ഈ BA എക്കണോമിക്സ് എന്നത് മാത്രം സെലക്ട് ചെയ്താൽ മതി. സോ ഞാനിത് ഒരു ട്രയൽ ആയതുകൊണ്ട് ഞാനിവിടെ MSc ബാച്ചാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു MSc ബാച്ച് MSc എന്ന് കൊടുത്തു. സോ MSc ഫിസിക്സ് 2022 ബാച്ച് എൻറോൾ സെലക്റ്റഡ് യൂസേഴ്സ് ആൻഡ് കൊഹോഡ് എന്ന് കൊടുത്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുഴുവൻ സ്റ്റുഡൻസും ഈ കോഴ്സിലേക്ക് ആഡ് ചെയ്യപ്പെടണം. നമ്മൾ സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ആ ബാച്ചിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ ഒരാളതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ ID ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അൺഎൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അൺഎൻറോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അയാൾ അതിൽ അൺഎൻറോൾ ചെയ്യാം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കോഴ്സിലേക്ക് ആളുകളെ പിന്നെ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ അൺഎൻറോൾ ആരെങ്കിലും വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.